ഹായ് ഫ്രണ്ട്സ്, പയൻസ് പെറ്റൽസ് ഗാർഡനിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 42 വെറൈറ്റി പ്ലാന്റുകളാണ്. നമ്മുടെ ആദ്യത്തെ പ്ലാന്റാണ് യെസ്റ്റർഡേ ടുഡേ. ഇതൊരു വെരിക്കേറ്റഡ് മോഡലാണ്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് യെസ്റ്റർഡേ ടുഡേൻ്റെ തന്നെ ഒരു നോർമൽ ടൈപ്പ്. ഇതിൽ ധാരാളം പൂക്കളും ഉണ്ടാവും. നമ്മുടെ അടുത്ത പ്ലാന്റാണ് മെലസ്റ്റോമ. ഇത് ബ്ലൂ കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതിൽ ധാരാളം പൂക്കളും വിരിയും. നമ്മുടെ അടുത്ത പ്ലാന്റാണ് കൊടുവേലി. ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൊടുവേലി വൈറ്റാണ്. നമ്മുടെ കയ്യിൽ ഇതിൻ്റെ റെഡും അവൈലബിൾ ആണ്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ബോവർ പ്ലാന്റ് പിങ്ക്. ഇതൊരു ക്രീപ്പർ ചെടിയാണ്. ഇതിനെ നമുക്ക് കുറ്റിച്ചെടിയായും വളർത്താവുന്നതാണ്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് പാർവതി. ഇത് കുറേ കളറുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് കളറാണ്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ബ്രൈഡൽ യെല്ലോ. ഇതൊരു ക്രീപ്പർ ചെടിയാണ്. ഇതിനെ നമുക്ക് കുറ്റിച്ചെടിയായും ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ പൂക്കൾ കുലകുലയായിട്ടാണ് ഉണ്ടാവുന്നത്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ചൈന ഡോൾ. ഇതിൽ പൂക്കളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇതിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അലങ്കരിക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് കനകാമരം. ഇത് 2 കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലും പൂക്കൾ കൊലകൊലയായിട്ടാണ് ഉണ്ടാവുന്നത്. ആദ്യത്തെ കളറാണ് റെഡ്, പിന്നെ രണ്ടാമത്തെ കളറാണ് ഓറഞ്ച്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ജെയ്ഡ്. ഇതിലും പൂക്കളൊന്നും തന്നെ ഉണ്ടാവില്ല. ഈ ചെടിയെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ ഇലകളാണ്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് പേർഷ്യൻ ഷീൽഡ്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നല്ല തട്ടായിട്ടാണ് വളരുന്നത്. ഇത് നീലയും പച്ചയും കൂടി ചേർന്ന ഒരു വെറൈറ്റി പ്ലാന്റാണ്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ജോൺ ക്രീപ്പർ. പിങ്ക് ഷെയ്ഡിൽ അതിമനോഹരമാണ് ഇതിൻ്റെ പൂക്കൾ. ഈ പൂക്കൾ കൂലകൾ ആയാണ് വിരിയുന്നത്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് സ്നോ ബുഷ്. ഇതൊരു ക്രീപ്പർ ചെടിയാണ്. നമുക്കിതിനെ കുറ്റിച്ചെടിയായും മനോഹരമായി ഉപയോഗിക്കാം. അടുത്ത പ്ലാന്റാണ് സ്നോ റോസ്. ഇത് വെരിക്കേറ്റഡ് പ്ലാന്റാണ്. ഇതിലും ധാരാളം പൂക്കൾ വിരിയും. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ബ്രൈഡൽ വൈറ്റ്. ഇതൊരു കുറ്റിച്ചെടിയാണ്. നമുക്കിതിനെ ക്രീപ്പർ ചെടിയായും വളർത്താവുന്നതാണ്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ബോവർ പ്ലാന്റ് വെരിക്കേറ്റഡ്. ഇതിലും ധാരാളം പൂക്കൾ ഉണ്ടാവും. ഇത് വൈറ്റ് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ചൈന ഡോൾ. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതിൽ പൂക്കളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇതിനെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ ഇലകളാണ്. ഇതിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അലങ്കരിക്കാൻ കഴിയും. നമ്മുടെ അടുത്ത ചെടിയാണ് തെച്ചി. ഇത് യെല്ലോ കളറാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത പ്ലാന്റാണ് ഓക്സിഡൈസി. ഇതിനെ മെക്സിക്കൻ ഫ്ലെയിം എന്നും പറയുന്നു. ഇത് ഓറഞ്ച് കളർ ഫ്ലവറാണ് ഉണ്ടാവുന്നത്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് മെലസ്റ്റോമ. ഇത് യെല്ലോ കളറാണ്. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതിലും ധാരാളം പൂക്കളുണ്ടാവും. യെല്ലോ കളറാണ് ഇത്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ലേഡി ഷോ. ഇത് ലേഡി ഷോ വെരിക്കേറ്റഡ്. ഇത് ഒരു ക്രീപ്പർ ചെടിയാണ്. ഇത് കുലകുലയായിട്ടാണ് പൂക്കളുണ്ടാവുന്നത്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ഗാർലിക് വൈൻ. ഇത് പിങ്ക് കളറിൽ ധാരാളം പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ്. നമുക്ക് വീടിൻ്റെ മതിലിലൊക്കെ ഇങ്ങനെ കുലകളായിട്ട് വളർത്താവുന്നതാണ്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ഡെയ്സി. ഇത് ബ്ലൂ കളറാണ്. ഇതും പൂക്കൾ കട്ടയായിട്ടാണ് ഉണ്ടാവുന്നത്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ഡെയ്സി വൈറ്റ്. ഇതും ഒരു കുറ്റിച്ചെടിയാണ്. ഇതിൽ നമുക്ക് കുറേ പൂക്കൾ ഉണ്ടാവും. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ഡെയ്സി തന്നെ പിങ്ക് കളറ്. ഇതും ധാരാളം പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ബ്ലൂ ഡേയ്സ്. ഇതും ധാരാളം പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ ചെടിയാണ്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ഫ്ലാഷ് ആൻഡ് ഫ്ലോറ. ഇതും ഒരു ക്രീപ്പർ ചെടിയാണ്. ഇതിൽ പിങ്കിഷ് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ലോലിപോപ്പ്. ഇത് യെല്ലോ കളറാണ്. ഇതിനെ കാണാനായിട്ട് ലോലിപോപ്പിൻ്റെ ഒരു മോഡലാണ്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് മാൽപീച്ചിയ. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതിനെ നമുക്ക് ചൈന ഡോൾ പോലെ വെട്ടി അലങ്കരിക്കാവുന്നതാണ്. അടുത്ത പ്ലാന്റാണ് ബ്ലീഡി ഹെഡ്. ഇത് റെഡ് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു ക്രീപ്പർ ചെടിയാണ്. ഇതിനെ നമുക്ക് മതിലിലൂടെയും അല്ലാതെയും കയറ്റിവിടാൻ കഴിയാവുന്നതാണ്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ലേഡി ഷോ. ഇത് യെല്ലോ കളറാണ്. ഇതും ഒരു ക്രീപ്പർ ചെടിയാണ്. ഇതിനെ നമുക്ക് മതിലിൽ കയറ്റിവിടാം.
നമ്മുടെ അടുത്ത പ്ലാന്റാണ് മണിമുല്ല. ഇതൊരു ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഇതൊരു ക്രീപ്പർ ചെടിയാണ്. ഇതിൽ ധാരാളം പൂക്കളുണ്ടാകും. അടുത്ത പ്ലാന്റാണ് സോങ് ഓഫ് ഇന്ത്യ. ഇതും ഒരു കുറ്റിച്ചെടിയാണ്. ഇതിൽ ധാരാളം ഇലകളുണ്ടാകും. നമ്മുടെ അടുത്ത പ്ലാന്റാണ് അലമാൻഡ. ഇത് യെല്ലോ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും ഒരു കുറ്റിച്ചെടിയാണ്. ഇതിൽ ധാരാളം പൂക്കളുണ്ടാകുന്നതാണ്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ഓട്ടുമുല്ല. ഇത് ഓറഞ്ച് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു ക്രീപ്പർ ചെടിയാണ്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ബോവർ പ്ലാന്റ് വൈറ്റ്. ഇതിലും ധാരാളം പൂക്കളുണ്ടാകുന്ന ഒരു കുറ്റിച്ചെടിയാണിത്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് ജസ്റ്റേഷ്യ. ഇത് ഓറഞ്ച് കളറ് ഫ്ലവറാണ് ഉണ്ടാവുന്നത്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് അമേരിക്കൻ ജാസ്മിൻ. ജാസ്മിൻ പോലെ കുറേ ജാസ്മിൻ ഉണ്ടാവുന്നതാണ് ഇതിൽ. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതിൽ കുറേ ജാസ്മിൻസ് ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ അടുത്ത പ്ലാന്റാണ് തെച്ചി. ഇത് റെഡ് കളറാണ്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് റിയോ വെരിക്കേറ്റഡ്. ഇതൊരു റിയോൻ്റെ വെരിക്കേറ്റഡ് പ്ലാന്റാണ്. ഇത് അടിപൊളിയാണ് ഇതിനെ കാണാനൊക്കെ ആയിട്ട്. നമ്മുടെ അടുത്ത പ്ലാന്റാണ് റിയോ ഗോൾഡ്. ഇത് റിയോൻ്റെ തന്നെ ഒരു വേറെ പ്ലാന്റാണ്. ഇത് യെല്ലോയിഷ് കളറാണ്. ഇതിലും പൂക്കളുണ്ടാവില്ല. ഇതിനെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ ഇലകൾ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെടികൾ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഓർഡർ ചെയ്യുന്നതിനായി. താങ്ക് യു.